സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിന്റെ ഗുണദോഷങ്ങളെ പറ്റിയാണ്. 2024 മെയ് 1 മുതൽ 2025 മെയ് വരെയുള്ള മൂലം നക്ഷത്ര ജാതകരുടെ വ്യാഴമാറ്റത്തിന്റെ അവസ്ഥകൾ പറയുകയാണ്. അപ്പോൾ ധനു രാശിയിലാണ് മൂലം നക്ഷത്രത്തിന്റെ സ്ഥിതി. ധനുരാശി എന്ന് പറയുമ്പോൾ തന്നെ വ്യാഴന്റെ ഇഷ്ടസ്ഥിതിയും സ്വക്ഷേത്ര ബലഭാവം ഉള്ള ഒരു രാശിയാണ്. ഈ നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ മുഖ ഐശ്വര്യമുള്ളവരും കീർത്തിമാന്മാരും കീർത്തിമതികളും സമ്പന്നരും സത്യസന്ധരും ഏൽപ്പിക്കുന്ന തൊഴിലുകളിൽ അതീവമായ ജാഗ്രതയോടുകൂടി അവ നിറവേറ്റി കൊടുക്കുന്നവരും ആകുന്നു. പല ഭരണ അധികാരികളും മൂലം നക്ഷത്രത്തിൽ പെട്ടവരായതായി നാം കാണപ്പെടുന്നു. പൊതുവെ ഭരിക്കുവാനും മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനും ദാനശീലത്തിനും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും എല്ലാം കഴിവുള്ള ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രജാതകം. മൂലം നക്ഷത്രത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ദാനശീലം, സമയ കൃത്യനിഷ്ഠത, സമൂഹത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തിക്കുന്നതിനുള്ള മാന്യത, കല, സാഹിത്യം, അതുപോലെ തന്നെ കൃഷികർമാദികളിൽ അവർക്കുള്ള പ്രത്യേക നൈപുണ്യം, ബന്ധുക്കളുടെ സ്നേഹം, ബന്ധുക്കളിൽ നിന്നുള്ള സ്നേഹം പിടിച്ചുപറ്റൽ, അതുപോലെ സഹജീവികളിൽ നിന്നുള്ള സ്നേഹാദരവ് എല്ലാം ഇവർ നേടിയെടുക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനും അവരുമായിട്ട് സ്നേഹസമ്പന്നത്തോടുകൂടി അടുക്കുവാനും സാധിക്കും. ഇപ്പോൾ ഇവർക്ക് വ്യാഴൻ 6ാം മടത്ത് 6ാം ഭാവം കൊണ്ട് നമ്മൾ പൊതുവെ ബാധ്യതകളും രോഗങ്ങളും ശത്രുക്കളും ഒക്കെ പറയുമെങ്കിലും ഈ വ്യാഴൻ ഇവർക്ക് വലിയ ദോഷം ചെയ്യുകയില്ല. കാരണം ഈ വ്യാഴത്തെ നമുക്ക് 2-3 സെക്ഷനായി തിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് ആദ്യം വ്യാഴം കൊണ്ട് എന്താണ് ദോഷം ഫലവും ഗുണഫലവും ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് അല്പ മാന്യത വരും എങ്കിലും നല്ല അധ്യാപകരുടെയും ശിക്ഷണത്താൽ നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ചിലപ്പോൾ ഭാഷയ്ക്കും ഗണിതത്തിനും അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് അടുത്തുള്ള ട്യൂഷൻ സെന്ററുകളിലോ അല്ലെങ്കിൽ പ്രധാന ആചാര്യന്മാരുടെ അടുത്ത് പോയി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അത് ഉത്തമമായി വരും. രണ്ടാമത്തെ കാര്യം കുടുംബ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളാണ്. കുടുംബ ജീവിതത്തിൽ സാമ്പത്തികമായി ചില ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യം 5ൽ വ്യാഴം നിന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് രൂപകൾ കടം വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതോ ആയ കാര്യങ്ങൾ ഇപ്പോൾ ചിലർ കൊടുക്കാനുള്ളവർ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. എങ്കിലും അതും ഭഗവാന്റെ സഹായം കൊണ്ട് മാറ്റി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉദ്യോഗത്തിന് പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായും ഏതെങ്കിലും മണ്ഡലത്തിൽ താൽക്കാലികമായി ഉള്ള ഒരു തൊഴിൽ ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം ചെയ്തവർക്ക് അതിൻ്റെതായ ലെവലിൽ, സാധാരണ വിദ്യാഭ്യാസം ചെയ്തവർക്ക് അതിൻ്റെതായ രീതിയിൽ. അല്ലെങ്കിൽ അടുത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത് വിവാഹ പ്രായമായ കുഞ്ഞുങ്ങളുടെയും അവരുടെ തൊഴിലുകളെയും പറ്റി ചിന്തിക്കണം. വിവാഹപ്രായമായവർക്ക് വിവാഹത്തിന് ഉറപ്പിക്കുവാൻ മാത്രം സാധിക്കും, അല്ലാതെ ഉടനെ നടത്തുവാൻ സാധിക്കുകയില്ല. അത് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ അതിനെപ്പറ്റി ചിന്തിക്കാവൂ. അതുപോലെ അടുത്തത് കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ടത് പണം കൂടുതൽ മുടക്കണ്ട.
പല ബിസിനസ് ആകുമ്പം പലരും കൊടുക്കാനും വാങ്ങുവാനും ഉണ്ട്. തരേണ്ടവരുടെ സ്നേഹത്തോടുകൂടി കുറേശ്ശെ തിരിച്ച് വാങ്ങിക്കണം. അത് സാധിക്കും. അതുപോലെ തന്നെ പ്രായമായവർക്ക് ഉള്ളവർക്കും രോഗത്തിനൊരു ശാന്തി വരും. ചെറിയ ചികിത്സകൾ നടത്തിയാൽ മതിയാവും. അങ്ങനെ ഇവർ വിദ്യാർത്ഥികൾ പഠനത്തിന് ഏതാണ്ട് ഒരു 6-7 മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ വിദ്യ അഭ്യസിക്കുകയും അതിനോടുകൂടി പുതിയ സാങ്കേതിക വിദ്യകൾ തിരഞ്ഞെടുക്കുവാനും സാധിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കേതുവിൽ ജനിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ജലദോഷം, പനി ഇങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടായേക്കാം. അപ്പോൾ അത് പനി വരുമ്പോൾ അതിൻ്റെതായ രീതിക്കുള്ള ശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ചെറിയ ചികിത്സ മരുന്നുകൾ കൊണ്ടും മാറ്റാം. പിന്നെ വിവാഹം പ്രായമായവർക്ക്, അതായത് യുവാക്കൾക്ക്, യുവതികൾക്കും 24-25 വയസ്സിൽ നല്ല ഉദ്യോഗവും വിവാഹവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സന്താനത്തിന് ശ്രമിക്കുന്നവർക്ക് ചെറിയ ചികിത്സയിൽ കൂടി സന്താനങ്ങൾ ലഭിക്കും. പൊതുവെ സർപ്പന്റെയും കേതുവിൻ്റെയും ശനിയുടെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായതുകൊണ്ട് വേഴൻ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല. നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല. കാരണം ആഗസ്റ്റ് സെപ്റ്റംബർ ഈ കാലങ്ങളിൽ നിങ്ങൾക്ക് അത്ര നല്ലതല്ല. അതിനുശേഷം നിങ്ങളുടെ കാലഘട്ടം ഉയർച്ചയിലേക്ക് തന്നെ വരും. അതുപോലെ തന്നെ തൊഴിലിൽ നിന്നുള്ള വരുമാനവും കൂടി വരും. പിന്നെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് കാശ് മുടക്കാതെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുക്കൾ മുഖേന പോകുന്നത് ഉത്തമമാണ്. വലിയ കാശ് മുടക്കി വിദേശത്ത് പോവേണ്ട കാര്യമില്ല. അതുപോലെ ബിസിനസ്സുകാരും വലിയ പൈസകൾ മുടക്കി തൊഴിലിനെ വർദ്ധിപ്പിക്കേണ്ട. കാരണം അടുത്ത കാലത്ത് തന്നെ അതിനെ വർദ്ധിപ്പിക്കുവാനും പിന്നീട് സാധിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം ഈ കാലഘട്ടത്തിൽ ചെറിയ ഒരു ഉദ്യോഗം കിട്ടും. പിന്നീട് അടുത്ത വർഷം നല്ല ജോലികൾ ലഭിക്കുന്നതാണ്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കുടിൽ വ്യവസായം ചെയ്യുന്നവർക്കും കാലം അനുകൂലമല്ലെങ്കിലും സാമാന്യേന അവ നടന്നു പോകും. കാരണം കേതുവിന്റെ സ്ഥിതി മൂലം കർമ്മത്തിന് സാമാന്യ വിജയവും ഉണ്ടാകും. പൊതുവെ പല മൂലനക്ഷത്ര ജാതകരും ഭയന്നിരിക്കുന്ന ഒരു സമയമാണ്. 6-ലെ വേഴൻ ദുരിതങ്ങൾ ഉണ്ടാക്കും, നഷ്ടങ്ങൾ ഉണ്ടാക്കും, കീർത്തിക്ക് കേടുവരും എന്നൊക്കെ പേടിക്കുന്നു. അതിൻ്റെ കാര്യമൊന്നുമില്ല. പ്രൊമോഷന് സാധ്യത ഉള്ളവർക്ക് അല്പം നീളും. അതുപോലെ തന്നെ സ്ഥാനം മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് സ്ഥാനമാറ്റത്തിന് അനുകൂലമായ കാലഘട്ടമാണ്. വേണ്ടാത്ത എന്തെങ്കിലും ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽപ്പന നടക്കും. അതൊരു നഷ്ടമാണല്ലോ. അതിൽ കുറച്ച് നഷ്ടം തീർക്കാം. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകാർ ഏർപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ട് മാത്രമേ ബിസിനസ്സിൽ മുന്നോട്ട് പോകാവൂ. ഷെയർ മാർക്കറ്റിൽ അഭിരുചി ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അവ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കുകയുള്ളൂ. പൊതുവെ ഭയക്കും പോലെയുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടാകില്ല. രോഗസ്ഥാനത്ത് വേടനല്ലേ നിൽക്കുന്നത്, ഈശ്വരനല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ വലിയ രോഗമൊന്നും വരികയില്ല. ചില്ലറ രോഗങ്ങൾ വരും, അതിന് മരുന്ന് കഴിക്കും, മാറും. അല്ലാതെ ഭയന്ന് രോഗം വരുമോ എന്ന് ഭയന്ന് നിൽക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. മൂലനക്ഷത്ര ജാതകർ ജനിക്കുന്നത് കേതുദശയിലാണ്. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ, കേതു 7 കൊല്ലം. അപ്പം കേതു 7 കൊല്ലം കിട്ടുകയില്ല, ഏതാണ്ട് ഒരു 4 കൊല്ലം. പിന്നെ ശുക്രദശ 20 കൊല്ലം.
അത് കഴിഞ്ഞാൽ ആദ്യത്തെ ദശ 6 കൊല്ലം, പിന്നെ ചന്ദ്രദശ, പിന്നെ ചൊവ്വാദശ, അത് കഴിഞ്ഞാൽ രാഹുർദശ, പിന്നെ വേഴദശ, അത് കഴിഞ്ഞാൽ ശനിദശ. ഇങ്ങനെ ഇവരുടെ ദശാനാഥന്മാർ ഇവർക്ക് അനുകൂലമായ വളരെ നല്ല ഫലങ്ങളെ ചെയ്തു കൊടുക്കും. ജാതകത്തിന് നല്ല ബലവും വ്യാഴന് നല്ല ബലവും ഉണ്ടെങ്കിൽ ഒരിക്കലും 6ലെ വ്യാഴൻ നിങ്ങൾക്ക് ഒരു ദുരിതവും ഉണ്ടാക്കുകയില്ല. ജാതകത്തിൽ വ്യാഴന് ബലക്കുറവ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ അരിഷ്ടതകൾ ഉണ്ടാകും. അതും ദോഷപ്രദമായ യാതൊന്നും തന്നെ ഉണ്ടാക്കുകയില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വ്യാഴപ്രീതി വരുത്തണം. അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി മഹാവിഷ്ണുവിനെ കാണുകയും അടുത്തുള്ള കൃഷ്ണകോവിലുകളിൽ പോയി പാൽപായസം മുതലായവ നൽകുകയും ചെയ്യണം. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം ഇവർക്ക് ആവശ്യമാകുന്നു. തടസ്സങ്ങളെല്ലാം മാറുവാൻ മഹാഗണപതിയെ പൂജിച്ച് ആരാധിച്ചു കൊള്ളണം. ഒപ്പം പുണ്യ നാഗക്ഷേത്ര ദർശനവും ഇവർക്ക് ആവശ്യമായി വരുന്നു. പൊതുവെ മൂലം നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല ഭാവിയും ബലവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.